So guys, after a long period of time, I am back. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചി കേരളത്തിൽ എന്താ നടക്കുന്നത്? ഷൂട്ട് നടക്കുന്നു, ഈ സിനിമ എടുക്കുന്നു, എന്താ നടക്കുന്നത്? ഞാൻ ചുമ്മാ അല്ല വന്നത്, എല്ലാവർക്കും ചായമായിട്ടാണ് വന്നത്. എന്തിന് കറുപ്പ് മൂടിയിരിക്കുന്നു? എനിക്കറിഞ്ഞോളൂ. സിനിമയിൽ നല്ലവരെ എന്നെ എടുത്ത് വന്നിട്ട് ഒരു പണിയും ചെയ്തില്ലെന്ന് നീ ഒരു ആർക്കും ഒരു കുറ്റമല്ലല്ലോ. ചെയ്യേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട്. ലൈറ്റ് കട്ട് ചെയ്യണ്ട, പുറത്ത് അതിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്നു. സിനിമ നടിയാണ്. പെട്ടെന്ന് നീങ്ങുമ്പോ ഇങ്ങനെ മറ്റേ സത്യത്തിൽ ശരിക്കും ഉറങ്ങിയതാണ്. മോനെ ക്യാരക്ടറിൽ പിടിക്കുന്നതാണ്, ക്യാരക്ടറിൽ പിടിക്കുന്നത്. இன்னைக்கு லொகேஷன்ல எல்லாம் சிக்கன் பிரியாணி ரெடி பண்ணிட்டு இருக்கோம். வாங்கோ வாங்கோ எல்லாரும் வாங்கோ. അവിടെ എല്ലാരും വയറ് കത്തിയ നിങ്ങളാണ് കാരണം. ആ കത്തല്ല, ഇന്നലെ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങനെ കത്തിയത്. അത് അവിടെ പോയപ്പോൾ മനസ്സിലായി. ഇന്ന് രാവിലെ കാപ്പി കൊണ്ട് പോയപ്പോഴാണ് മനസ്സിലായത്. ഇന്ന് ഞാനാണ് പപ്പടം ഉണ്ടാക്കാൻ പോകുന്നത്. മതിയാ? ഇനി എണ്ണ ചൂടാവണം പപ്പടം ഇതാകാൻ വേണ്ടി അല്ലേ? എനിക്കറിയാം ഗൈസ്. ഇന്ന് നോർമലി നിങ്ങൾക്ക് ജോലി കുറവല്ലേ? അല്ലെങ്കിൽ ഇവര് രണ്ടുപേരായിട്ട് ചോറും മീൻ കറിയും മലക്കറിയും എല്ലാം കട്ട് ചെയ്യും, ഒരാളിരുന്ന് മീൻ കട്ട് ചെയ്യും അല്ലേ? പാടാണ് ഗൈസ്. ഇന്നാണ് ഇവർക്ക് സിമ്പിള്. നമ്മുടെ സെറ്റില് കാർത്തികേട്ട വന്ന്. നമ്മുടെ കൊച്ചു അഭിനയിക്കുന്നു, നമ്മുടെ ചെറുക്കൻ ഡയറക്റ്റ് ചെയ്യുന്നു. എനിക്ക് വയ്യ, ഭയാനകമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. മറ്റേ പ്രീമിയറും അവൻ ഫൈനൽ കെട്ടിന്റെ ആളല്ലേ? എന്താ സെറ്റായോ? ബിരിയാണി റെഡി ആയെന്ന് തോന്നുന്നു. റെഡി കാർത്തികേട്ടാ സെറ്റിന് സഹായിക്കാൻ വന്നതല്ലേ? ഹലോ, അതെ അതെ അതെ. ഞാൻ ഇപ്പൊ മറ്റേ കമ്പിയൊക്കെ പിടിക്കാൻ പോകും. കമ്പിയാ? ട്രൈപോഡ് കൊണ്ടുവന്നു. സെറ്റിൽ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സെറ്റ് കണ്ടതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. നീ എന്തോ അടിയത്? എസ് എഴുതണം അവിടെ പോയി. പൊളിക്കും നമ്മൾ ഈ പടം, അടിപൊളിയാക്കും. അങ്ങനെ അതെ പൊളിക്കും. ഈ നമ്പറിലേക്ക് നീ മെസ്സേജ് അയച്ചിട്ടില്ല? നീ അയച്ചോണ്ടെന്ന മെസ്സേജ് ആരുടെയാ? സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നിയാസിക്കേനെ ചേച്ചി ഒന്ന് വരട്ടി ഫോൺ വിളിച്ചിട്ട് എന്റെ മോക്ക് എന്തിനാ മെസ്സേജ് അയക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസിന്റെ പോലീസ് മെസ്സേജ് അയക്കുന്നത്. ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന നീ ഇൻഫ്ലുവൻസർ അല്ലേ? അവരുടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളല്ലേ നീ? നീ തന്നെയല്ലേ നിയാസ് അല്ലേ? കട്ട് ചെയ്തു. ബിങ്കോ കളിക്കുന്നു. ആരുമായിട്ട്? ആശയേറിയ പോരാട്ടം. ആരുമായിട്ട്? 1 2 3 4 5 ബിന്ദുവൊക്കെ പിന്നീട് ഇറങ്ങ. അതെ ഷൂട്ടിന് ബിങ്കോ കളി അല്ലേ? സന്തോഷമുണ്ട്.
ചിക്കൻ കറി എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നു. ഒരു ദിവസം അല്ലാതെ അതിന്റെ അഭിപ്രായം പറയണ്ടേ കഴിക്കുന്നവർ? ചിക്കൻ കറി ഉള്ള അതുകൊണ്ടല്ലേ ആരും ഒന്നും പറയാതെ ചിക്കൻ കറി ഉള്ള ദിവസം മാത്രം പറഞ്ഞ കൊള്ളാണ് അതിനുശേഷം ഒരു ആഴി അനക്കും. എല്ലാ ദിവസവും ഒരേ ചിക്കൻ കറി എല്ലാ ദിവസവും കൊള്ളാന്ന് പറയാൻ പറ്റി. ഇടയ്ക്ക് ഒരു ദിവസം ബീഫ് ഉണ്ടായിരുന്നല്ലോ. ഉച്ചയ്ക്കുള്ളത് അവർക്ക് ഹോംലി ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടു ഹോംലി ഫുഡ് ആയതുകൊണ്ട് നല്ലോണം ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അവർക്ക് 5 ദിവസമൊക്കെ വയറൊക്കെ വേന എടുക്കുന്നത് കൊള്ളാൻ പറഞ്ഞത്. വീട്ടിലുണ്ടാക്കുന്ന അളവ് കൂടുതൽ അത്രയല്ലേ ഉള്ളൂ. 4 നേരം 40 പേർക്ക് നോക്കണം. അതാണ് പ്രശ്നം. 5 പെണ്ണുങ്ങളും 3 ആണുങ്ങളുമായിട്ട് ഒരു നേരം 50 പേരുടെ ഫുഡാണ് റെഡിയാക്കി. അപ്പോൾ രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, രാത്രി ഭക്ഷണം, പിന്നെ പലഹാരം. അല്ലിപ്പൻ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സൂപ്പറായിരുന്നില്ലേ? സൗണ്ട് കേട്ടേ ഞങ്ങള് ஒன்று தெரிஞ்சு போச்சுடா இந்த பிரபஞ்சத்துல உங்க மத்தியில இந்த உசுரை காப்பாத்துறது ரொம்ப சிரமம். கன்ஃபியூஸ் அடி டவுட் ஆயிடுறா. ഗൈസ് നമ്മൾ ഓൺ പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. കോസ്റ്റ്യൂമിന് ഞങ്ങൾ എന്തെങ്കിലും കിട്ടിയ കോസ്റ്റ്യൂമിന് ഞാൻ അരീക്ഷത്തിന് പോകണം. ഇനി പ്രൊഡ്യൂസറായിട്ട് ഞാൻ ബാക്കി പാത്രം എല്ലാം കഴുകി വെക്കണം. നമ്മളെ കൂടെ ചെയ്യാൻ നിക്കണം. നമ്മൾ പിന്നെ ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യം. നിനക്കിനി 1 മണിക്കൂറുണ്ടല്ലോ ഷൂട്ടിന്. വേറെ വല്ല പണി മേക്കപ്പ് ചെയ്യണം. ഇതൊക്കെ ഫുള്ള് മാറ്റിയെടുക്കണ്ടേ? എന്താ വെച്ചാ വേറെ എന്തോ പണിയിൽ വേണ്ടി പോയി. എല്ലാരും പണിയല്ലേ ഗൈസ്? ഇത്ര ദിവസം നമ്മള് മാത്രല്ല പണിയെടുക്കണം, വീട്ടുകാര് ഫുൾ എല്ലാവരും പണിയെടുത്തോണ്ടാണ് ഇരിക്കുന്നത്. അവിടെ പോയി കാണാം. അവര് കിടന്ന് പണിയെടുക്കണം വേണം കാണാൻ. ഇന്നലെ പറയണം അവളെ പറ്റുന്നില്ല, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നില്ല. നമ്മള് ഇതിന്റെ പ്രിവ്യൂന് കാണാൻ. ഓക്കെ, അടിപൊളി. നമുക്ക് ഈ സിനിമയില് ഇത് ഇങ്ങനെ പണി ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അത് കാണാം. ഓക്കെ, ശരി, ബൈ. ഒരു പടം എടുത്തോ. അതാ ഏയ് എന്തിനാ ഷൂട്ട് പോടാ, സാട്ട് ഏതാச்சுം വെക്കണം പോടാ. നടന്റെ ഒരു ഡെഡിക്കേഷൻ കണ്ട ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഉറങ്ങും. ഇപ്പൊ ഒരു സീന് സാധനം നടക്കാൻ പോണ്. ഡേ 11 ഇന്ന് ഒരു അടിപൊളി സീന് ഷൂട്ട് കഴിച്ചു. ഇന്ന് ഇത്ര ദിവസം ഞങ്ങൾ കുറച്ച് പേരല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. ഇന്ന് കുറച്ച് കൂടുതൽ പേരെ നിങ്ങൾ കാണാൻ പോകുന്നു. ഇവിടെ സീനാണ് നടക്കണ. എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? അടിപൊളിയായിരുന്നു, രക്ഷയില്ല. ഞാനൊക്കെ എന്താ പറയാ, അഭിനയ സിംഹമേ എന്നൊക്കെ എല്ലാരെയും വിളിക്കേണ്ടി വരും. ഇതാണ് ചേച്ചിയുടെ ലാസ്റ്റ് ഷോട്ട്. പാട്ടിട്ട് കൊടുക്കാൻ മധുരയിൽ വരണില്ല. മധുരക്കാരണ്ടാ. എല്ലാം കഴിച്ചു. നമ്മുടെ സിനിമ ബെസ്റ്റ് ആവട്ടെ, അടിപൊളിയാവട്ടെ. അതുകൊണ്ട് വിളിച്ചോളൂ. ഓൾവേസ് എക്സ്പെക്ടിങ് യുവർ കോൾ. വരാം. നോ ഇഷ്യൂസ്. അടിപൊളിയാവട്ടെ എല്ലാം.
അല്ല ഞങ്ങൾക്ക് വിശക്കുന്നില്ല. ഇവിടെ എടുത്തോണ്ട് ഇന്ന് പടത്തില് റെയിൻ സീനാണ്. ഇന്ന് ഈവനിങ് കഴിഞ്ഞ് നൈറ്റ് ആണ് റെയിൻ സീൻ. ഫോർ ഫിലിം ഷൂട്ടിംഗ് റെയിൻ സീനാണ് ഗൈസ്. അകത്ത് കാണിച്ചത് ഇത് ജനറേറ്റർ വണ്ടിയാ ഗൈസ്. ഇനിയാണ് അകത്തുള്ള സീൻസ്. കുറെ പടത്തിൽ മഴ എടുക്കാം. ഗൈസ് നമ്മളിവിടെ ഷൂട്ടിന് സഹായിക്കാൻ വേണ്ടി ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ? ലിബ്രാസർ, കുട്ടുകുറ്റി എല്ലാരും ഉണ്ട് ഗൈസ്. റെയിൻ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്. എന്താ ഫസ്റ്റ് ആയിട്ട് സിഗരറ്റ് അടിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു? നോർമലി സിഗരറ്റ് വലിക്കാത്ത ആളാണ്. ഞാൻ വലിക്കൂല അതാണ് ഞാൻ പിടിച്ചിരുന്ന വലിക്കാത്ത ആളാണ്. ഗൈസ് ഇതാണ് നമ്മുടെ സ്പോട്ട് എഡിറ്റർ പുട്ടുകുറ്റിയിലെ അക്ഷയ് ചേട്ടൻ. അവിടെ വെറുതെ ഇരിക്കുന്ന അരവിന്ദ് ചേട്ടൻ. ഏടി എല്ലാരും അങ്ങനെ പറയണേ. സൗണ്ട് ആക്ഷൻ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ബൈ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് പാക്കപ്പാണ്. തിരിച്ച് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ നിന്നല്ല അധ്വാനിക്കുന്ന ഒരു പയ്യൻ. വീഡിയോക്ക് വേണ്ടിയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അവൻ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്. ഇന്ന് വീട് കൂടുതൽ വാങ്ങിക്കുമെന്ന് തോന്നുന്നു. കണ്ണാടി ഇടുന്നവനാണ് ഇപ്പൊ ശരിയാക്കി. എക്സ്പ്രഷൻ മാത്രമേ വരുന്നു. ഈ ബോക്സിനകത്ത് ഗൈസ് ഷൂട്ടിന് ഇത്ര പണിയില്ലേ? ഷൂട്ട് കഴിഞ്ഞിട്ടാണ് പണി ഗൈസ്. എന്തടി ആനി ഷൂട്ട് കഴിഞ്ഞ ഉടനെ ജോലിയാ? എന്റെ രണ്ട് സാധനം ഉണ്ട്. എന്നെ വ്ളോഗ് എടുക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും എടുക്കണ്ട അല്ലേ? സാർ എന്താ എടുക്കുന്നത്? പിടികൂടാ ഡയറക്ടർ സാർ. ജീവിതം കഴിഞ്ഞു. ഇനി കുറച്ചു കാലം ക്യാമറ ഓ തൊപ്പി കയറി ഉടനെ ഡയറക്ടറിന്റെ ഹുങ്ക് വന്നാന്. ശാന്തം നല്ല ഫണ്ണൊക്കെ ഉണ്ട്. എല്ലാരും കരഞ്ഞിട്ടൊക്കെയാണ് അവസാനം പോയത്.